നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇപ്പോൾ റയൽ മാഡ്രിഡ് വിട്ട് ഫ്രഞ്ച് ലീഗിലേക്ക് ചേക്കേറി ലിയോണിനായിട്ട് വീണ്ടും പ്രകടനമാണല്ലോ ബ്രസീലിയൻ യുവ സൂപ്പർ താരം എൻട്രിക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബ്രസീലിയൻ ദേശീയ ടീമിനോടൊപ്പം വേൾഡ് കപ്പിന് പോവുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി തന്നെയാണ് ഇങ്ങനൊരു മാറ്റം അദ്ദേഹം പ്ലേയിങ് ടൈം ലഭിക്കാൻ വേണ്ടി ചെയ്തത്. ഇപ്പോൾ വേൾഡ് കപ്പിൽ അദ്ദേഹത്തിൻ്റെ ഐഡോളായ ക്രിസ്ത്യാനോയെ നേരിടേണ്ടി വന്നാൽ എന്ത് ചെയ്യും? CR7 പ്രാധാന്യം തൻ്റെ കാര്യത്തിൽ അതൊക്കെ അദ്ദേഹം തുറന്നു പറയുകയാണ്. അദ്ദേഹം പറയുന്നു, വേൾഡ് കപ്പിൽ ക്രിസ്ത്യാനോക്കെതിരെ കളിക്കേണ്ടി വന്നാൽ ഹെൻട്രിക്കിൻ്റെ മറുപടി ദാറ്റ് വുഡ് ബി വണ്ടർഫുൾ. അത് തീർച്ചയായിട്ടും വളരെ വണ്ടർഫുൾ ആയിരിക്കും. ഞാൻ വിചാരിക്കുന്നു അത് സംഭവിക്കും. അത് സംഭവിക്കുന്നു മാത്രമല്ല, ഞങ്ങൾ വിജയിക്കുകയും ചെയ്യും, ബ്രസീൽ ജയിക്കുകയും ചെയ്യും, പോർച്ചുഗലിനെ തോൽപ്പിക്കും എന്നാണ് അദ്ദേഹം ചിരിയോടുകൂടി പറഞ്ഞിരിക്കുന്നത്. പിന്നെ അദ്ദേഹം പറയുകയാണ്, ക്രിസ്ത്യാനോ റൊണാൾഡോ ഈസ് മൈ നമ്പർ 1 ഐഡോൾ. അതിലൊരു മാറ്റവുമില്ല. എൻ്റെ നമ്പർ 1 ഐഡോൾ അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. ഞാൻ ഏറ്റവും അധികം അഡ്മയർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ 40 വയസ്സുണ്ട് അദ്ദേഹത്തിന്. എന്നിട്ട് ഇപ്പോഴും അദ്ദേഹം മറ്റാരെക്കാളും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. അതാണ് എന്നെ ഏറ്റവും അധികം ആകർഷിക്കുന്ന കാര്യം. അദ്ദേഹം റിട്ടയർമെൻറ്റിന് തൊട്ടരികിലാണ്, പക്ഷെ സ്റ്റിൽ അദ്ദേഹം ഒരുപാട് വർഷം കളിക്കാൻ കേപ്പബിളാണ് എന്നുള്ളതാണ്. ഐ ഹോപ്പ് ഹി ഡസ്. അദ്ദേഹം കളി തുടരുക തന്നെ ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി ഇപ്പോൾ എൻട്രിക്ക് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ എൻട്രിക്ക് ഈ ഒരു കൂടുമാറ്റത്തെക്കുറിച്ച് പറയുന്നത്, ഞാൻ ആഞ്ചലോട്ടിയുമായിട്ട് സംസാരിച്ചിരുന്നു. റയൽ മാഡ്രിഡിൽ നിന്ന് വിടുമ്പോൾ ഞാൻ റയൽ വിട്ട് ലോണിൽ പോകാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ ആഞ്ചലോട്ടിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എനിക്ക് കുറച്ച് അഡ്വൈസസ് തന്നു. അത് തീർച്ചയായിട്ടും എനിക്ക് വളരെ ഉപകാരപ്രദമായി. നൗ ഐ ഹാവ് ടു വർക്ക് ഹാർഡ് ടു ഇംപ്രൂവ് ടു ബിക്കം എ ബെറ്റർ പ്ലെയർ. അതാണിപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്ന് ലെക്കിപ്പിന് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിൽ എൻട്രിക്ക് പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് ചെയ്തു എത്താം.